3 വട്ടമായി, 4ാമത്തെ വട്ടത്തിൽ. അപ്പം നമ്മൾ മലയാളികളെ, അതുമല്ല നമ്മൾ മലപ്പുറംകാരുടെ നല്ല കൂട്ടാനാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പം ഞാൻ തൊടിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇതാ പച്ച പപ്പായ എടുക്കാൻ വേണ്ടിയിട്ടാണ് തൊടിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ചേമ്പിൻ്റെ താളെടുക്കാൻ വേണ്ടിയിട്ട് തോട്ടത്ത് വന്നതാണ് കേട്ടോ. ബാ. അപ്പം നമ്മളെ തോട്ടത്തിൽ നിന്ന് ചേമ്പിൻ്റെ താളെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാവത്തും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ഇപ്പോൾ കർമൂസ അവിടെ നിന്ന് പറിച്ച് പച്ച നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം. പിന്നെ ഈ കൂട്ടാലേക്ക് നമ്മൾ ഇടുന്നത് ചേമ്പ് കാവത്തൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ താളെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കർമൂസ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് എന്താണ് മറുപടി അവിടെ കിട്ടിയേ തോന്നെ വേണ്ട, നല്ല രസമുണ്ടാവും ഒക്കെ പാടാകുമ്പോൾ രസമെല്ലാം എടുത്താളി. എത്തിക്കൊണ്ടത് ഇതെങ്ങനെ വെക്കണം പറഞ്ഞു കൊടുത്താണ്. ഇതോ കർമൂസ, ചേമ്പ്, പിന്നെ കാവത്ത്, മത്തൻ്റെ ഇല, എല്ലാം കൂടെ പച്ചക്കറി എന്തൊക്കെ നാടൻ വിഭവങ്ങളായിട്ട്. ഇന്നിപ്പോ ഇക്ക ലീവാണ് കേട്ടോ, ശനിയാഴ്ചയാണ്. ചെറിയൊരു 10 മണിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ചെറിയൊരു ലൈറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വിറ്റാമിൻസ് ഉള്ള സാധനമുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഉള്ള ടൈമില് അധികം നമ്മള് നാടൻ വിഭവം ഉണ്ടാക്കലല്ലേ അമ്മ. ഒരു ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാസ്റ്റ് ഫുഡ് നമ്മൾ വാങ്ങും, പക്ഷെ ഫാസ്റ്റ് ഫുഡ് ഒരു ഇതാണ്. ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാക്കാനൊക്കെ. നമ്മൾ ടൈം കണ്ടെത്തണം, മനസ്സിലായോ? ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ട് ടൈം കണ്ടെത്താൻ ഓരോന്നും അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ ആക്കി വെക്കണം. ആ ഒരു പണിയാണ് ഇതിന്. നമ്മളെ തോട്ടത്തിൽ തന്നെ ഉണ്ട്, എല്ലാ തോട്ടത്തിൽ തന്നെ ഉണ്ടോ. നേരെ വാങ്ങിയിട്ടൊന്നും നമ്മളാരും ഉണ്ടാക്കാൻ മടിക്കാറ്. ഈ കൂട്ടാൻ ഉണ്ടാക്കാറ് ഭയങ്കര റിസ്ക്കില്ല പണിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ ആരും കഴിച്ച് പരിചയമില്ലായിട്ടാ. ഉണ്ടാക്കിയാൽ നല്ല നമ്മളൊക്കെ പെട്ടെന്ന് പോയിക്കാട്ട് കടയിൽ നിന്ന് വാങ്ങണതാണ് നമുക്കൊക്കെ ഇഷ്ടം. ഏറ്റവും നല്ല ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണ്. ഉമ്മാന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണ്. അങ്ങനെയൊന്നും ഞാൻ കൂട്ടിയിട്ടല്ല, ഇത് ഞാൻ ചെയ്ത് നല്ല വൃത്തിയിൽ നല്ല തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. നന്നായിട്ട് പിഴിഞ്ഞ് തിന്നല്ലേ, മനസ്സിലായോ? നല്ല വൃത്തി. ഇത് എത്ര വെള്ളത്തിന് കഴുകി തെളിയിക്കണം, അതിനൊക്കെ ആര് കിട്ടപ്പോൾ? ഇതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇലക്കറികളൊക്കെ ഇട്ട് കൂട്ടുക. നമ്മളെ വയറിന് നല്ലതാണ്. നമ്മൾ പറയും ഗീസാന്ന്. നമ്മൾ വാങ്ങി തിന്നുന്ന മാതിരി ഉണ്ട്. ഗ്യാസ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾക്ക് നമ്മളെ ശരീരത്തിന് നല്ല സംഭവമല്ലേ. പിന്നെ ഓരോരുത്തർ വെറുതെ ഗ്യാസാണ്, സ്റ്റൗവാണെന്നൊക്കെ പറയും. ഇത് ഓരോരുത്തരുടെ ശരീരത്തിന് ചില ഭക്ഷണം പറ്റൂലല്ലോ, ഓലെന്തെങ്കിലും പ്രചരിപ്പിക്കുക. അതിനനുസരിച്ച് ഇതൊക്കെ നാടൻ വിഭവമൊന്നുമല്ല. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. എളുപ്പം നോക്കിയാൽ എല്ലാം നമ്മൾ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ.
ഇപ്പൊ നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ചേമ്പന്താള്, കർമൂസ, കുമ്പളത്തിന്റെ ഇല, ചേമ്പുമ്പത്ത്. ആഴ്ചകളിൽ ഒരു ദിവസം അല്ല, നമ്മള് ചിലപ്പോ ആഴ്ചയിൽ ഒരു ദിവസമല്ല, ചിലപ്പോ 2 ദിവസം 3 ദിവസം നമ്മൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ചിലപ്പോ രാത്രി ഉണ്ടാക്കലുണ്ട്. രസമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നന്ന് നമുക്ക് തോട്ടത്തേക്ക് ഇറങ്ങില്ല, എന്തെങ്കിലും പറിക്കല്ലേ പറഞ്ഞാണ് അങ്ങനെ ഉണ്ടാക്കല്. ചിലപ്പോ അല്ലേ പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. ചേമ്പ്, മത്തൻ്റെല, പൂളല്ലാത്തൊക്കെ പൂളം നീ കാവശ്യണ്ടായിരുന്നു മുറുക. അതിൻ്റെ കൂടെ ആകുമ്പോഴത്തെ ഭയങ്കര ടേസ്റ്റാണ്. എത്ര 2ാമത്തെ മറ്റൊരു സുഖത്തിൽ ഇതൊക്കെ മടിച്ചായിട്ട് മനുഷ്യണ്ടാക്കില്ല. ഒരു 5 മിനിറ്റ് ഇരിക്കാൻ കൂടില്ല, മൊബൈൽ കാണാനൊക്കെ പ്രയാസങ്ങളാവും ഇതൊക്കെ ഉണ്ടാക്കില്ല. പിന്നെ അമ്മക്ക് മറ്റേ പീരീഡ് അനുസരിച്ച് ഇങ്ങനെ പണിയെടുക്കാട്ടി സമയം കണ്ടെത്താം. ഈ ആദ്യം പഴയ മാമൂലങ്ങളൊക്കെ എടുക്കുമ്പോൾ സമയം കണ്ടെത്താൻ പ്രയാസമാണ്. 3 വട്ടം ഇനി 4ാമത്തെ വട്ടം തിരുമ്പി. മണ്ണിൻ്റെ അംശം മണ്ണിൻ്റെ സാധനമല്ലേ നമ്മൾ അരിച്ചതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. സുഖമല്ല, വൃത്തിയാണ്, അമിത വൃത്തി കൊണ്ടാണ്. എല്ലാമൊന്നുമല്ല, കാണാൻ തീരുമ്പോഴൊന്നും വലിയ സ്റ്റൈലുണ്ടാവില്ല. ഭക്ഷണകാരി എന്തൊക്കെയാണ് പച്ചമുളക്, തേങ്ങ, ചീരാമുളക് കേട്ടോ, ചീരാമുളി, തേങ്ങ, വെളുത്തുള്ളി, ചീരുള്ളി, ആ വക മാത്രം. കരിവേപ്പില ഞാൻ ചോദിക്കില്ല. കൗത്തായോണ്ട് വെള്ളം മാണ്ടന്നെ, പക്ഷെ അത് കൗത്തില്ലോണ്ട് കുറച്ച് പറഞ്ഞ വെള്ളം ഒരു കുഞ്ഞിക്കയില് വെള്ളത്തിന്റെ അളവൊക്കെ ഒരു സുമാറ് നമ്മൾ എടുക്കലാണ്. വലിയ വെള്ളമൊന്നും വേണ്ട കേട്ടോ, കണ്ടില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഉപ്പിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അരപ്പില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അത്ര സിമ്പിളാണ് കൂട്ടാൻ ഉണ്ടാക്കാൻ. ഇത് കഞ്ഞി, മക്കൾക്ക് ഇവിടെ കുട്ടികൾക്കുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്, കുറേരിക്കഞ്ഞി. അപ്പൊ ഇത് അമ്മ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നല്ല കുക്കറിന്റെ അടപ്പിട്ടിട്ട് അടുപ്പിൽ വെക്കാം. ഗ്യാസിൽ 10 ലിറ്ററിന്റെ കുക്കറാണ്. 10 ലിറ്ററിന്റെ കുക്കറിൽ 10 പേരാ, 10 അപ്പൊ അതാ ഉമ്മ വലിയ കുക്കർ ഇതാ ഗ്യാസുമായി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മള് എന്തുമ്മ കൂട്ടാൻ അല്ലേ, എന്തിനു ശരി. ഇതാ ഉമ്മാന്റെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ 10 മണിത്തെ നമ്മൾ കൂട്ടാനും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കല്യാണം ഉണ്ടായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ വണ്ടിയൊന്നും എടുക്കുന്നില്ല. ഇതാ മക്കൾസും ഉമ്മയൊക്കെ ഇതാ നടന്നു പോകുന്നത്. നമ്മളൊരു ത്തിൻ്റെ വരുമ്പത്തിലൂടെയൊക്കെയാണ് നടന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു 4 വീട് അപ്പുറത്താണ് കല്യാണം വരുന്നത്. അപ്പോൾ നമ്മളിതാ മാറ്റി ഒരുങ്ങി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു പാങ്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കല്യാണത്തിൻ്റെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കാണ്. അപ്പോൾ ഉമ്മാക്ക് ഇവിടെ സീറ്റ് കിട്ടില്ല, അപ്പുറത്താണ് ഉമ്മ ഇരിക്കുന്നത്. ആ മക്കൾസൊക്കെ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈവനിങ് നമ്മൾ എന്താണ് കുടിക്കുക എന്ന് ചോദിച്ച് കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതാ ഇക്ക നൂഡിൽസും അതുപോലെ തന്നെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇക്കാക്ക് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞങ്ങളെ വീട്ടിലെ എല്ലാവരും ഉള്ള ദിവസം ഭയങ്കര രസമാണ് കേട്ടോ. കാരണം അല്ലാത്ത ടൈമിൽ ഞാനും ഉമ്മയും ഉപ്പയെല്ലാം ഉണ്ടാവുള്ളൂ. ഇതാ അവിടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ നെയ്യൊന്നും വല്ലാതെ ആഡ് ചെയ്യാതെ എന്താ ഉണ്ടാക്കണമ്മ, പഴം വാട്ടി തരുന്നുണ്ട്. നല്ല പഴുത്ത നല്ല ഇങ്ങനെ തിന്നാ മതി. ഇപ്പൊ പാട്ടൊന്നും വേണ്ട.
എന്നാലും ചില ആൾക്കാർക്ക് ഈ പായ ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ഈ പായുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. കാരണം നല്ല പഴുത്ത് നല്ല ബിളി ആയി. കൊഞ്ഞാക്കും പിടിയൊന്നും ആയില്ല, വാട്ടാൻ പറ്റും വരാത്ത കുട്ടികൾക്കൊക്കെ. വലിയൊരു കുറച്ച് ഓവർ വേണം. നിങ്ങളിപ്പോൾ കുട്ടികളാണല്ലോ ഇവിടെ 2-3 അല്ലേ, പറ്റ കുട്ടികളാണല്ലോ. കല്യാണത്തിന് പോയിട്ടൊന്ന് ചോറൊന്നും കഴിച്ചില്ല മോള്? പറ്റണം. പിന്നെ നമ്മളെ വീട്ടിലിരുന്ന് കഴിച്ചണ എതിരാവില്ലല്ലോ. ചൂടായിട്ടിട്ടാണ് നെറ്റും തൊപ്പം ഒക്കെ കാലായതുകൊണ്ട് അലകഴിച്ച് വെച്ചത്. അപ്പം അമ്മ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യില്ലേ അമ്മ? തടി മെലിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നെയ്യ് എടുത്തിട്ടുള്ള തേങ്ങ അതമ്മ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇത് നെയ്യ് ചൂടായിട്ടൊക്കെ ഉണ്ടല്ലേ, ഇത് ചൂടായിക്കോളുന്നില്ലേ. ഇതൊക്കെ എളുപ്പമാർഗ ചൂടാകുന്നതിന് മുന്നേ ഇടുന്നത് അമ്മ. അപ്പോൾ അതാ നമ്മൾ നെയ്യിലൊക്കെ ഉമ്മ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല പഴുത്ത പഴം വാട്ടി തരുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും പിന്നെ നൂഡിൽസൊക്കെ ആയിട്ടാണ് ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അമ്മ നിങ്ങൾക്ക് ചായ ഉണ്ടോ? ഞാൻ കുടിച്ച് എപ്പം? അപ്പോൾ നമ്മൾ നൈറ്റ് റൈഡിൽ ഇറങ്ങിയതാണ്. തട്ടുകടയൊക്കെ ഓടിക്കാം, എവിടെയെങ്കിലും പോയിട്ടൊന്ന് കാറ്റുള്ള ഒരു നൈറ്റ് റൈഡ് അല്ലേ സുട്ടിയേ? അപ്പോൾ നമ്മൾ നൈറ്റ് റൈഡിന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ആലിക്കലാണ്. ആലിക്കൽ പാലത്തിൻ്റെ അവിടെ ഒരുപാട് വെറൈറ്റി തട്ടുകടകളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. തട്ടുകടത്തെ ഫുഡിനെ കുറിച്ച് പറയണ്ട, ഭയങ്കര ടേസ്റ്റല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഗൾഫിലൊക്കെ കിട്ടുന്ന ഒരു മുത്തപ്പക്ക് എന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ പല ആളുകൾ പ്രവാസികളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നാട്ടിലും എല്ലാ തട്ടുകടയിലും ഇത് അവൈലബിൾ ആണ്. 80 രൂപയുള്ളൂ ഒരാൾക്ക്. നല്ല വിശപ്പും മാറ്റാൻ പറ്റിയ അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ഇതിൽ നാരങ്ങയൊക്കെ ഒഴിച്ച് കഴിക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഒരു പ്ലേറ്റിൽ അവർ തരികയാണ്. നല്ല അടിപൊളിയാണ്, നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. കഴിക്കാൻ സൂപ്പറല്ലേ? അങ്ങനെയാണ് മുത്തപ്പക്ക് സാറല്ലേ മുണങ്ങിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടല്ല, ചൂട് തണുപ്പത്ത് ഇത്തിരി ചൂട് നല്ലതാണ്. ഇപ്പം രാത്രി വൈബിൽ വന്നിട്ട് ഇതാ തട്ടുകട ഫുഡ് കഴിക്കും. രസല്ലേ? അപ്പോൾ നമ്മൾ തട്ടുകട ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാണ് ലൈക്ക്. അപ്പം നമ്മൾ തട്ടുകടത്ത് ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് റൈഡിങ്ങിൽ ഇങ്ങനെ നടന്ന ടൈമിലാണ് നമ്മളൊരു നഴ്സറി കയറിയിട്ടുണ്ടായിരുന്നു. ചെടി വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ ആ ചെടീനെ കുറിച്ച് പറയണ്ടല്ലോ, ഇക്ക പിന്നെ ഇതിൻ്റെ ഒരാളാണ്. എവിടെ ഉണ്ടെങ്കിലും വാങ്ങിക്കും, അല്ലെങ്കിൽ എന്നോട് കൊണ്ടുവരാൻ പറയലാണ്. കാരണം അത്ര ഇഷ്ടമാണ് ഗാർഡന്, കൃഷി എന്നൊക്കെ പറഞ്ഞാൽ. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ലേ. ഇക്കാക്ക് അത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പം നമ്മളെല്ലാം കൊണ്ടു കൊടുത്താൽ മതി, ആളെല്ലാം സെറ്റ് ചെയ്ത് ഇതാക്കി തന്നോളൂ. അപ്പം നമ്മളിതാ ഒരുപാട് കളേഴ്സുള്ള ജമന്തിൻ്റെ ഒരു ഭാഗം കണ്ട് ഒന്നിന് ഒരു പീസിന് 70 രൂപ എന്തോണ് ചാർജ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ 3 പീസ് എടുത്ത്. സത്യം പറഞ്ഞാൽ ഇതിൽ ഏതെടുക്കുന്നില്ല, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഒരുപാട് ചെടിയൊക്കെ ഉണ്ട്. പിന്നെ നൈറ്റിലാകുമ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ എല്ലാം ഒന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. അത്യാവശ്യമുള്ള ജസ്റ്റ് അവിടെ ഉള്ള കണ്ടതോ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 3 ജമന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടിയൊക്കെ ഉണ്ട്. ഇനി എന്തായാലും രാവിലെ ഒരു ദിവസം പോകണമെന്ന് പറയേണ്ടിരിക്കുക. കാരണം നൈറ്റിലാകുമ്പോൾ നമുക്ക് എല്ലാം നോക്കിയെടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ലൈറ്റല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ ആദ്യമൊക്കെ എല്ലാ ഏരിയയിലും പോയിട്ട് ചെടി എന്തൊക്കെ കളക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഞാനും ഇക്കി നമ്മളെ വീഡിയോസ്
സത്യം പറഞ്ഞാൽ ഏത് കളറാണ് എടുക്കുക എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഒന്നും നോക്കില്ല. അപ്പോൾ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ഉണ്ട്, വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഹസൂന് ഇതാ നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇന്നും നമ്മളെ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങളെ ഫോണിലേക്ക് പെട്ടെന്നായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ നമ്മളെ ചാനലിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വർക്കൊക്കെ കാണിക്കാം. സത്യം പറഞ്ഞാൽ റെയിൻബോ ആണ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവന് കളറിങ് പെയിൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഒരുപാട് കളേഴ്സ് ബുക്കൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവന് അങ്ങനെ കളറ് ചെയ്ത് ഇപ്പോൾ നല്ല നീറ്റായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആദ്യം ആകെ കുത്തി വരഞ്ഞ് അതിന്മേലൊന്നും അല്ല, അതിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും കളേഴ്സ് അവൻ ചെയ്യാറ് സാധാരണ. ഇപ്പോൾ എന്തായാലും നമ്മൾ കളർ ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ കുറച്ച് നീറ്റിലാണ് ആൾ ചെയ്യൽ. നമ്മളെന്താണ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. പിന്നെ വേറൊരു സംഭവമുണ്ട്, നമ്മളൊരു റെയിൻബോ ആണ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞാൽ നമ്മൾ കളറ് കൊടുത്ത് വന്നതിൽ പല കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ഓർഡറിലൊന്നും അല്ല തോന്നുന്നു നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ വരുന്നത് തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബായ്.